ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. 4-5 ദിവസത്തെ മഴയ്ക്ക് ശേഷം നല്ല വെയിൽ വന്നു. അപ്പോൾ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഓക്കെ പറഞ്ഞു. വേഗം തന്നെ റെഡിയായി പോകുന്നതാട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. ജസ്റ്റ് ലഞ്ച് കഴിക്കാൻ പോകുന്നത് ഞാനൊരു വീഡിയോ ആക്കി എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ പോകുന്നത് കഴിഞ്ഞ റമദാനിൽ സുഹൂർ കഴിക്കാൻ വേണ്ടി പോയ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടുന്ന് ഞങ്ങൾ ട്രൈ ആക്കിയത് അവരുടെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. അതന്ന് എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും അവിടേക്ക് തന്നെ പോകാം എന്നുള്ള പ്ലാനിൽ എല്ലാവരുമായിട്ട് പോകുന്നത്. നമ്മളിത് ജസ്റ്റ് ഇപ്പം ഫ്ലാറ്റിന് പുറത്തേക്ക് ഇറങ്ങി പോകുവാണ്. അപ്പം നല്ല വെയിലുണ്ട്, മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ പകൽ സമയത്ത് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് തന്നെ വളരെ യാദൃശ്ചികമായിട്ടാണ്. അപ്പോൾ ഈ ഒരു തെളിഞ്ഞ ആകാശവും അന്തരീക്ഷവും ഒക്കെ കാണുമ്പോൾ മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ പോകുന്നത് ദുബൈയിൽ കറാമയെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കറാമയെന്ന് പറയുമ്പോൾ അതിനൊരു സ്പെഷ്യലായിട്ടൊരു ഇൻട്രൊഡക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോസ്റ്റ്ലി എല്ലാവർക്കും പരിചയമുള്ളൊരു സ്ഥലമായിരിക്കും. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം, അത് ഈ പറഞ്ഞ കറാമയാണത്. നാട്ടിൽ അതേ വൈബ് കിട്ടുന്നൊരു സ്ഥലം. നമ്മളിതേ ഫുഡ് കഴിക്കാൻ പോകുന്നത് നേരെ കാണുന്ന റെസ്റ്റോറൻറ്റിലേക്കാട്ടോ. അരിപ്പ ഫ്രണ്ട്സ് ഓൾറെഡി അവിടെ എത്തി ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ പാർക്കിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കറാമയിലെ വൈബും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ്. പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. 4-5 റൗണ്ട് ചുറ്റിക്കറങ്ങി കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നൊരവസ്ഥയാട്ടോ കറാമയിൽ. അങ്ങനെ ഒരു 3-4 റൗണ്ട് ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഏകദേശം ഒരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒട്ടും വൈകാതെ ആ കാർ അങ്ങോട്ട് പാർക്ക് ചെയ്ത് നമുക്ക് നേരെ അങ്ങോട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. ഈ കാവടി തുള്ളി പോണ ആൾ ബിരിയാണി കഴിക്കാൻ പോകാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ കഴിക്കില്ല. അയാൾക്ക് പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ളൊരു ആവേശം അത്രയേ ഉള്ളൂ. നേരെ അങ്ങോട്ട് ചെന്നു അതേ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു. മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. എന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോവുക കേട്ടോ. ഫ്രണ്ട്സ് അവരുടെ വീട്ടിലേക്കും പോയി. ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നറിയാം, എന്നാലും ഇഷ്ടമായാൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.